കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാളുകളായി നാം സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. വേദപുസ്തകത്തിൽ സന്തോഷം, ആനന്ദം, വലിയ സന്തോഷം, ഇങ്ങനെ അനേകം പ്രയോഗങ്ങൾ കാണാം. അത് വെറും വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളല്ല, ചില അറിവുകളല്ല. അതെല്ലാം അനേകം വ്യക്തികളും ദേശങ്ങളും കുടുംബങ്ങളും അനുഭവിച്ച യാഥാർത്ഥ്യമായ ചില അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ ഇന്നും നമുക്ക് തരാൻ ദൈവത്തിന് കഴിയും, ഈ വചനത്തിന് കഴിയും. നിങ്ങളിനി കേൾക്കാൻ പോകുന്ന ഈ തിരുവചനം നിങ്ങളെ വ്യക്തിപരമായും നിങ്ങളുടെ കുടുംബങ്ങളെ മൊത്തമായും അല്ല, ഒരു ദേശത്തെ മുഴുവനായും, എന്തിന് ഒരു രാജ്യത്തെ പോരാ, ഈ ഭൂലോകത്തെ മുഴുവൻ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ ഈ വചനത്തിന് കഴിയും. കാരണം ഈ വചനത്തിൽ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന്. ദൈവത്തിൻ്റെ വചനം ഈ അന്തരീക്ഷത്തിൽ മുഴുങ്ങിയപ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചു. അതിനിന്നും മാറ്റമില്ല. ആ വചനത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഒരിക്കലും മാറ്റമില്ലാത്ത ക്രിസ്തു. യേശുക്രിസ്തു ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. എന്നാൽ ആ ക്രിസ്തു നാളെയും പ്രവർത്തിക്കും. കർത്താവിന് സ്തോത്രം. ആ ഒരു വിശ്വാസം. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തു കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, ഊമരെ സംസാരിക്കുമാറാക്കി, മുടന്തർ ചാടി എഴുന്നേറ്റ് ഓടി, കുഷ്ഠരോഗികൾ സൗഖ്യമായി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ചെയ്തത് ക്രിസ്തുവിൻ്റെ കരമാണ്. ആ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. ആ കരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണ്? പ്രത്യാശ എന്താണ്? ആ കരം നാളെയും പ്രവർത്തിക്കും. സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും തിരുവചനം കേൾക്കുവാനായി വിശ്വാസത്തോടെ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തും എന്ന പ്രാർത്ഥനയോടെ ഇരിപ്പീൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഇതൊരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു പട്ടണത്തെക്കുറിച്ച് തന്നെ. കുടുംബത്തെക്കുറിച്ചുമല്ല, ഒരു പട്ടണം. വ്യക്തികൾക്ക് സന്തോഷമുണ്ടാകും, നാം ചിന്തിച്ചു. ഒരു കുടുംബത്തിന് സന്തോഷമുണ്ടാകും, വീടടക്കം ആനന്ദിച്ചു, അതും സംഭവിക്കുന്നു. എന്നാൽ ഒരു പട്ടണം മുഴുവൻ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സാധാരണ സന്തോഷമല്ല, വളരെ സന്തോഷം. എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി സുവിശേഷം പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്. കൃപയും ശക്തിയും പരിശുദ്ധാത്മാ നിറവുമുള്ള സ്തേഫാനോസ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് സ്തേഫാനോസിനെ പിടിച്ചു ബന്ധിച്ചു. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സുവിശേഷം പറയുന്നവരാർക്കും ദോഷം വരുത്തുന്നില്ല. ഈ സുവിശേഷ വേല ചെയ്യുന്നവരൊരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഏതെങ്കിലും രാജ്യത്തിനോ രാജ്യഭരണ തന്ത്രജ്ഞതയ്ക്കോ ഒന്നും എതിരല്ല. പിന്നെ എന്തിനാണ് പാവപ്പെട്ട സുവിശേഷകർക്ക് എതിരായി നിന്ന് അവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്? ഈ ഭൂമിയിൽ എത്രയോ കൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും വഞ്ചനകളും കൊള്ളിവയ്പ്പുകളും നടത്തുന്ന അനേകായിരങ്ങളുണ്ട്. കൈക്കൂലി വാങ്ങുന്നവർ, കൊലപാതകം നടത്തുന്നവർ, ഗുണ്ടാപ്രവർത്തനം നടത്തുന്നവർ, ഇങ്ങനെ മദ്യപിച്ച് കൂത്താടി നടക്കുന്നവർ, അങ്ങനെ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നമുക്കറിയാം. കാരണം വാർത്താമാധ്യമങ്ങളിലൂടെ ഓരോരുത്തർ ചെയ്തു ഒപ്പിക്കുന്നതായ കുതന്ത്രങ്ങളെല്ലാം നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, എന്നിട്ട് മറ്റൊരുവൻ്റെ കൂടെ പോകുന്നു. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, വേറൊരുത്തിയെ വിവാഹം കഴിക്കുന്നു. വഞ്ചനകൾ, ഇങ്ങനെ എന്തെല്ലാം ലോകത്തിലുണ്ട്. അത് പറഞ്ഞാൽ ഈ ഒരു സദസ്സിൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ പ്രിയരെ. എന്നാൽ അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അവർക്ക് പീഡയില്ല, അവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നില്ല, അവരെ തടവിലാക്കുന്നില്ല, അവരുടെ പ്രിയപ്പെട്ടവരെ ആരെയും ഉപദ്രവിക്കുന്നില്ല. എന്നാൽ ഈ സത്യസുവിശേഷം പറയുന്ന ദൈവമക്കൾക്കെതിരായി പീഡനങ്ങളുണ്ട്.
ഇത് ക്രിസ്തീയ ജീവിതത്തിലെ ഒരനുഭവമാണ്, മറിച്ച് ഒരവകാശവുമാണ്. കഷ്ടത അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പീഡയുണ്ട്, ഉപദ്രവമുണ്ട്. ഗുരുവിനെ പോലെയാവുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാവും ദാസന് മതി. ഗുരുവും യജമാനുമായ യേശുക്രിസ്തു ഏതെല്ലാം പീഡനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിന്ദകളും ആക്ഷേപങ്ങളെല്ലാം സഹിച്ചു. യേശുവിനെ അനുഗമിക്കുന്നവർക്കും അത് വരാം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം എടുത്തു കളയാനൊക്കെ കഴിയുകയില്ല. അങ്ങനെ സ്തെഫാനോസിനെ പിടിച്ചു, വിസ്തരിച്ചു, കല്ലെറിഞ്ഞു കൊന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ശൗലാണ്. ശൗൽ ഈ 8-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്നാണ് ഈ 8-ാം അധ്യായം തുടങ്ങുന്നത്. അതെ, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിൽ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. എൻ്റെ പ്രിയരെ, ആ ചിതറിപ്പോയതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം വ്യാപിക്കുകയായിരുന്നു. ഇന്ന് പലരെയും പീഡിപ്പിക്കുന്നു, നാടുകടത്തുന്നു, ജയിലിലടയ്ക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, സുവിശേഷകരെ ബന്ധിക്കാം, സുവിശേഷത്തിന് ബന്ധനമില്ല. സുവിശേഷത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, ദ വേർഡ് ഓഫ് ഗോഡ്. അതിനെ തൊടാനോ അതിനെ ബന്ധിക്കാനോ അതിനെ നിർത്തലാക്കാനോ ആർക്കും കഴിയുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എത്രയോ ആളുകൾ പരിശ്രമിച്ചു, എത്രയോ ചക്രവർത്തിമാർ, എത്രയോ രാഷ്ട്രീയ പ്രമുഖർ, എത്രയോ ഭരണ തന്ത്രജ്ഞർ, എത്രയോ ആളുകൾ ഈ സുവിശേഷത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ സുവിശേഷം വളർന്നതല്ലാതെ സുവിശേഷത്തെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. സുവിശേഷത്തെ തൊട്ടവർ ഒന്നുകിൽ തകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുകയല്ല. പക്ഷെ എങ്ങനെയാണ് ആ ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായത്? കാരണം ഈ സ്തെഫാനോസിൻ്റെ മരണത്തോടുകൂടി എല്ലാവരും ചിതറിപ്പോയി. എന്നാൽ കർത്താവിന് സ്തോത്രം, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഒരു സ്തെഫാനോസിനെ കൊന്നു എന്നുള്ളതുകൊണ്ട് ആരും പേടിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവമക്കൾക്ക് ഭയമില്ല. കാരണം ഭയമില്ല. അവർക്കിനി എന്തിന് ഭയം? യൂദായുടെ സിംഹമല്ലോ മുന്നിൽ പോകുന്നു. ആർക്കും വഴിമാറിയിടാത്തവൻ മുന്നിൽ പോകുന്നു. യൂദായുടെ സിംഹം മുന്നിൽ പോകുന്നു. യൂദായുടെ സിംഹം മുന്നിൽ പോയാൽ പിന്നെ എന്തിന് ഭയം? പിന്നെ ആരെ ഭയം? മരണത്തെ ഭയമില്ല. കാരണം ഈ മരണത്തിൻ്റെ ആ നിമിഷം കഴിഞ്ഞ ശേഷം നിത്യ സമാധാനത്തിൻ്റെ ദേശത്ത് എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയാണ് ഇന്ന് അനേക ദൈവമക്കളെ പീഡനം അനുഭവിക്കുമ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ അവർ ഉറപ്പിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പോസ് ചെന്ന് ശമരിയ പട്ടണത്തിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രസംഗിക്കാൻ വേറെ വിഷയമൊന്നുമില്ല, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തലനായ പൗലോസ് പിൽക്കാലത്ത് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഫിലിപ്പോസ് പ്രസംഗിച്ചത് ക്രിസ്തുവിനെയാണ്. നാമും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്, കടങ്കഥകൾ പ്രസംഗിക്കുന്നവരല്ല. ഇക്കിളിപ്പെടുത്തുന്നതായ ചില കഥകൾ സുവിശേഷ പന്തലുകളിൽ പറയുന്നവരായിട്ടല്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കണം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ വചനം എന്താണോ സംഭവിച്ചത്? ഹല്ലേലൂയ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്നാൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ വലിയ അടയാളങ്ങൾ നടന്നു. അതേ പ്രിയരെ, സത്യസുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കുന്നുവോ അവിടെ സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് നടക്കും. കാലങ്ങൾക്ക് അതീതമായി നടക്കും. അത് കേവലം ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലോ ഏതെങ്കിലും ഒരു വർഷത്തിലോ ഏതെങ്കിലും ഒരു മാസത്തിലോ ഒരു ദേശത്തോ ഏതെങ്കിലും വ്യക്തിയിലോ തങ്ങി നിൽക്കുന്നതല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം വ്യാപരിക്കുന്നുവോ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതായ ക്രിസ്തുവിൻ്റെ വചനം അത് പ്രവർത്തിക്കും. ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ
അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമത്തിൽ വീഴട്ടെ. ഫിലിപ്പോസ് പറഞ്ഞ ദൈവവചനം ഒരു മനസ്സോടെ ഏക ഹൃദയത്തോടെ അവർ ശ്രദ്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു എന്ന് 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. 8-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. പട്ടണങ്ങളിൽ വലിയ സന്തോഷമുണ്ടാകണമോ? സുവിശേഷം പ്രസംഗിക്കപ്പെടണം, ക്രിസ്തുവിനെ പ്രസംഗിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കും. അത് ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കും. ആ യേശു ക്രിസ്തു അവർക്ക് സമാധാനം കൊടുക്കും. പോരാ, വളരെ സമാധാനം കൊടുക്കും. നിങ്ങളെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ നിങ്ങൾ കഴിയുകയാണോ? ഭാരത്തോടെ കഴിയുകയാണോ? കണ്ണുനീരോടെ കഴിയുകയാണോ? വേദനയോടെ കഴിയുകയാണോ? ദുഃഖത്തിൽ നിങ്ങൾ കഴിയുകയാണോ? പ്രിയരെ, വരൂ ക്രിസ്തുവിൻ്റെ വചനത്തിങ്കിലേക്ക്, ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരൂ. നിങ്ങൾക്ക് സന്തോഷവും വളരെ സന്തോഷവും തന്ന് യേശു നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പോരാ, നിങ്ങളുടെ ദേശം തന്നെ സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു ദേശമായി തീരും. അതിനൊന്നേ വേണ്ടൂ: യേശുവിൻ്റെ വചനം കേൾക്കുക, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുക, യേശു തരുന്ന സന്തോഷം പ്രാപിച്ച് ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി തീരുക. അതിനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാത്തവർ, ജനിച്ച കാലം മുതൽ ദുഃഖം അനുഭവിക്കുന്നവർ, ഭർത്താവ് വിവാഹം കഴിഞ്ഞു എന്നാൽ സന്തോഷമില്ല, നിരാശയും ഭാരവും കണ്ണുനീരും മാത്രം, ഒന്നിലേക്ക് നോക്കിയാൽ സന്തോഷമില്ലാതെ നെടുവീർപ്പോടെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആത്മാർത്ഥമായി സംബന്ധിക്കൂ. യേശു ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ സന്തോഷം പകരും, അധികം സന്തോഷം പകരും, വളരെ സന്തോഷം പകരും. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പിക്കുകയും ഞാൻ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, സന്തോഷമില്ലാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി, നാഥ, വേദനയും ദുഃഖവും നിരാശയും ഭാരവുമായി ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, അവരുടെ മേൽ സ്വർഗീയ സന്തോഷം പകരണമേ. അവിടുത്തെ ആണിപ്പൊഴുതുള്ളവരുടെ മേൽ തൊടണമേ. കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കണമേ. വളരെ സന്തോഷം അവരുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും പോരെ കർത്താവേ, അവരുടെ ദേശം പോലും സന്തോഷം കൊണ്ട് നിറയുന്ന അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.